അച്ഛൻ വല്ലാത്ത കരച്ചില്ല. എന്നോട് കരഞ്ഞോണ്ട് മാപ്പ് ചോദിച്ചു. വേറെ ഒരു മാർഗവും ഇല്ലാത്തോണ്ട് പറ്റിപ്പോയതാ സർ. സാറിന് അച്ഛനോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല നന്ദിനി. തന്റെ കുടുംബത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നപ്പോ ഞാനും അച്ഛനും പ്രതീക്ഷിച്ചത് എല്ലാവിധ സഹായങ്ങളും ചെയ്ത് അവരിവിടെ നിലനിർത്തണമെന്നാ. പക്ഷേ ആ സഹായങ്ങളൊക്കെ ആ മനുഷ്യൻ നിഷേധിച്ചു. അന്തസ്സോടെ സംസാരിച്ചു. സ്വന്തം കുടുംബത്തെ പുലർത്താൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. അതിലെനിക്ക് തന്റെ അച്ഛനോട് ബഹുമാനമേ തോന്നിയിട്ടുള്ളൂ. പിന്നെ അച്ഛൻ ഇവിടെ വന്ന് പെട്ട കാര്യം, ആ കാര്യത്തിൽ മാത്രം എനിക്ക് ചില സംശയങ്ങളുണ്ട്. അച്ഛൻ വേണമെന്ന് കരുതി ചെയ്തല്ല സർ. ഇവിടെ വന്നു കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുന്നേ അച്ഛൻ ഇവിടെ നിർത്തിയിട്ട് അവർ പോയി. എന്റെ സംശയം അതല്ല. സെക്യൂരിറ്റി ഏജൻസിയിൽ അച്ഛൻ പുതിയതായി എത്തിയതാ. ഒരിക്കലും അങ്ങനെ ഒരാളെ ഇതുപോലൊരു വീട്ടിലേക്ക് അവരങ്ങനെ പെട്ടെന്ന് അയക്കില്ല. പിന്നെ അങ്ങനെ വരണമെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ, ഇവിടെ നിന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ട് കാണും.